നമസ്കാരം. കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു ഭരണമാറ്റം കാണുന്നുണ്ട് കേരളത്തിൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണമാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭരണമാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ചരട് വലിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 വർഷം ബാക്കി ഉണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസിലൊരു പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കെ മുരളീധരനും KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരനും നയിക്കുന്ന പുതിയ ഗ്രൂപ്പ് ഇതിനകം തന്നെ ഉദയം ചെയ്തും കഴിഞ്ഞു. VD സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളൊക്കെ കെങ്കേമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള എ ഗ്രൂപ്പ് ആകട്ടെ നാഥനില്ലാത്ത ഒരവസ്ഥയിലുമാണ്. എ ഗ്രൂപ്പിൻ്റെ നെടുംതൂണുകളായിരുന്ന ഷാഫി പറമ്പിലും T സിദ്ദിഖും നിലവിൽ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യും എന്നാണ് KC ഗ്രൂപ്പ് അടക്കം ഇപ്പോൾ കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഹൈബി ഈഡനും ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്, മന്ത്രിയാകണം എന്നുള്ളതാണ്. KCയും ഹൈബിയും നിലവിൽ ലോക്സഭാ അംഗങ്ങളായതിനാൽ ഇവർക്ക് മത്സരിക്കണമെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക അനുമതി കൂടി ആവശ്യമുണ്ട്. നിലവിൽ രാജ്യസഭാ അംഗമായിട്ടുള്ള ജെബി മേത്രക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താല്പര്യമെന്ന് പറയപ്പെടുന്നത്. UDFന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. പാലക്കാട് ജില്ലയിൽ നിന്ന് VT ബൽറാം, കൊല്ലത്ത് നിന്ന് PC വിഷ്ണുനാഥ്, വയനാട്ടിൽ നിന്ന് T സിദ്ദിഖ്, മലപ്പുറം ജില്ലയിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത്, എറണാകുളത്ത് നിന്നുള്ള മാത്യു കോയൽനാടൻ, കൂടാതെ റോജി M ജോൺ തുടങ്ങിയവരെല്ലാം ഇനി മത്സരിക്കാൻ പോകുന്നത് മന്ത്രിസ്ഥാനം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇവിടെ സംവരണം മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രമ്യ ഹരിദാസിനും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവി ലഭിക്കുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതലാണ്. ഇവർക്കെല്ലാം തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ പിൻബലവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എ ഗ്രൂപ്പിൽ KC ജോസഫും ബെന്നി ബെഹനാനും ഉൾപ്പെടെ ഇവരൊക്കെ ഉണ്ടെങ്കിലും ഗ്രൂപ്പിനൊരു പൊതു സ്വീകാര്യനായിട്ടുള്ള വ്യക്തി നിലവിൽ PC വിഷ്ണുനാഥ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ സീനിയറായ തനിക്ക് തന്നെ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചെന്നിത്തല ഇങ്ങനെ ശ്രമം നടത്തുന്നത്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ MLA-മാരുടെ പിന്തുണയും ഏറെ നിർണായകമാകും. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരാണ് UDFൽ മുഖ്യമന്ത്രി പദ മോഹികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ തമ്മിലുള്ള ഉടക്ക് ശക്തമായ K മുരളീധരൻ്റെ പേര് സുധാകരൻ തന്നെ മുന്നോട്ട് വയ്ക്കുവാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അതിനുള്ള അണിയറ നീക്കങ്ങളൊക്കെ ഇപ്പോൾ തന്നെ K മുരളീധരൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന വിജയം UDF അണികളെ കൂടി ഇതിൽ ഇപ്പോൾ നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അത് സജീവമാക്കുകയാണ്, അവർ സജീവമാകുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലനിർത്തുകയും ചേലക്കരയിൽ മുന്നേറാനും കഴിഞ്ഞാൽ അടുത്ത ഭരണം ഉറപ്പിക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പക്ഷേ പരാജയം സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അവർക്ക് സംശയമുള്ളത്. കാരണം വയനാട്ടിലെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ KPCC വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള T സിദ്ദിഖിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഏകോപിപ്പിക്കാൻ പോകുന്നത്. ഇത് സംബന്ധമായിട്ട് നേരിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ അവിടെ നടത്തുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് തന്നെ KCയുടെ കൂടി താല്പര്യപ്രകാരമാണ്. ഇതുവഴി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയാണ് അതിലൂടെ വേണു ലക്ഷ്യം വെക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവുള്ള VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിലുപരി പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റുക എന്നത് തന്നെയാണ് ഓരോ കോൺഗ്രസ്സുകാരുടെയും നേതാക്കളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന് ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വയനാട്ടിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിൽ ആശങ്കകളില്ലാത്തത്. കാരണം അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് അവർ ഉറപ്പ് പറയുന്നു. എന്നാൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും അവസ്ഥ അതല്ല. ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പാലക്കാട്ടെ ഫലം എന്താകുമെന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിനാൽ തന്നെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് മത്സരിക്കണമെന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ളൊരു വികാരമെന്ന് പറയുന്നത്. മുൻ MLA-യും AICC അംഗമായിട്ടുള്ള VT ബൽറാം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ
മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ പി സരിൻ എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിൻ്റെ പരിഗണനയിലുള്ളത് പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആര് തന്നെയായാലും അവർക്ക് തന്നെയായിരിക്കും 2026 പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുവാനുള്ള അവസരം അവിടെ ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ 3 പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിച്ച് മറ്റു 2 പേരും രാവിലെ 7 മണിക്ക് തന്നെ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അവരെ മാറ്റിവെക്കുക. 2 തവണ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച VT ബൽറാമിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവ് MB രാജേഷിന് മുന്നിൽ കാലിടറി പോവുകയായിരുന്നു. ഇടതുപക്ഷ കോട്ടയായിട്ടുള്ള ചേലക്കര, ആ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. നടക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു ഇരട്ടിയിലേറെയായി വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഇല്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് ചിലപ്പോൾ നിഷ്പ്രയാസം വിജയിക്കുമായിരുന്നു ആലത്തൂരിലും. പക്ഷെ അത് നടന്നില്ല, സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് ഏറെയാണ് ചേലക്കരയിൽ CPM-നെ വീഴ്ത്താൻ കഴിഞ്ഞാൽ 2026 കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ്, അതിനു മുൻപ് തന്നെ CPM നേതൃത്വം പൊതുസമൂഹത്തിനും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവരുടെ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടന്നില്ല എങ്കിൽ ചേലക്കര എന്നല്ല ഒരു മണ്ഡലവും ഇടതുപക്ഷത്തിന് ലഭിക്കാൻ പോകില്ല. ചേലക്കര ഇടതുപക്ഷത്തിന് വലിയ അഗ്നിപരീക്ഷണമായി മാറുകയും ചെയ്യും. ചുവപ്പ് കോട്ടയായ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കാലിടറിയാൽ അതിനർത്ഥം CPM അനുഭാവികൾ തന്നെ പാർട്ടിയെ കൈവിട്ടു എന്ന് തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ ന്യായീകരിച്ചതുപോലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ന്യായീകരിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയുകയുമില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതമാകട്ടെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ അലയൊലികൾ CPM-നെ കടപുഴക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് നേടിയിരുന്നതും രമ്യ ഹരിദാസ് ആയിരുന്നു. ചേലക്കരയിലും പാലക്കാട്ടും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് അട്ടിമറി വിജയം നേടാൻ BJP പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. 3859 വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത്. ഷാഫി പറമ്പിൽ 54,079 വോട്ടുകൾ നേടിയപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മെട്രോമാൻ ശ്രീധരന് 50,220 വോട്ടുകളാണ് ലഭിച്ചത് എന്നുള്ളതാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ CPM-ലെ CP പ്രമോദിനാട്ടെ 36,433 വോട്ടുകൾ നേടി 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. 2021 39,400 വോട്ടുകൾക്കാണ് K രാധാകൃഷ്ണൻ ചേലക്കരയിൽ വിജയിച്ചത്. ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് അസാധ്യമാണ്. CPM-ന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണിത്. ഇത്തവണ ഇവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ കൂടി നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ചേലക്കരയും പാലക്കാടുമൊക്കെ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്താൻ പോകുന്നത് മുന്നണികളെല്ലാം. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും LDA ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം പാലക്കാട് ഒരു മേൽക്കൈ BJP-ക്ക് ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അതിന് നമുക്ക് പറയാൻ കഴിയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയ 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. പക്ഷെ അവിടെ മത്സരിച്ചതാരാണ് BJP-ക്ക് വേണ്ടി? മെട്രോമാൻ ശ്രീധരനാണ്. മെട്രോമാൻ ശ്രീധരനുള്ള ഒരു സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അതീതമായി ലഭിക്കുന്ന വോട്ടുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഭിച്ച വോട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം 2-ാം സ്ഥാനത്തേക്ക് എത്തിയതും ഷാഫി പറമ്പിൽ 3800 വോട്ടുകളിലേക്ക് ചുരുങ്ങിയതും ഭൂരിപക്ഷം. അതുകൊണ്ട് BJP ആരെ കൊണ്ട് നിർത്തിയാലും പാലക്കാട് വിജയിച്ചു കയറാമെന്ന് വെച്ചാൽ നടക്കില്ല. വേണമെങ്കിൽ ശ്രീകൃഷ്ണകുമാറിന് BJP-യുടെ നേതാവായിട്ടുള്ള ശ്രീകൃഷ്ണകുമാറിന് വിജയിക്കാം. ഇല്ലെങ്കിൽ ഇനി പുതുതായിട്ട് വരാൻ പോകുന്നത് സന്ദീപ് വാര്യർക്കും വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു നേതാവിനെ UDF ഒരു പരീക്ഷണാർത്ഥം പാലക്കാട് നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു വലിയ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ UDF-ലെ തന്നെ ജനപ്രിയരായിട്ടുള്ള നേതാക്കൾ എത്തേണ്ടതുണ്ട്. അതിന് ഈ VT ബൽറാമോ ഈ P സരിൻ എന്ന് പറയുന്ന ആൾക്കാരൊന്നും യോഗ്യരല്ല എന്ന് തന്നെ പറയട്ടെ. ഇവർക്കൊക്കെ കിട്ടിയ അവസരങ്ങളിൽ ഇവർ ജനങ്ങളോടൊപ്പം നിന്നോ? വെറുതെ വാചക കസർത്ത് മാത്രം നടത്തുവാനും ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുവാനും വേണ്ടി മാത്രമുള്ള ഒരാളാണ് ഈ സരിനും ഒപ്പം തന്നെ VT ബൽറാം. ഇവരെ ഒന്നും കൊണ്ട് ഈ പാലക്കാട് പോലൊരു നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ പകരക്കാരനാവാൻ കഴിയില്ല. കാരണം ഷാഫി പറമ്പിൽ ജനങ്ങളുടെ നേതാവായിരുന്നു, ജനങ്ങളോടൊപ്പം നിന്ന നേതാവായിരുന്നു. മറ്റേ VT ബൽറാമും സരിനുമൊക്കെ ഫേസ്ബുക്കിൻ്റെ നേതാക്കളാണ്. അതുകൊണ്ട് അവർ ജനങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ കോൺഗ്രസ്സിന് തെറ്റി. ഒരു 7 മണിയാകുമ്പം
ഫലപ്രഖ്യാപനം തുടങ്ങി 7 മണിക്ക് തന്നെ പരാജയപ്പെടുന്ന 2 സ്ഥാനാർത്ഥികൾ. പാലക്കാട് ഇവരെ നിർത്തിയാൽ നിങ്ങൾ പരാജയപ്പെടും, ഉറപ്പ്, അതിൽ മാറ്റമില്ല. അവിടെ വിജയസാധ്യത എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിരിക്കും. VT ബൽറാമും P സരിനും തോറ്റിരിക്കും. ഇനി അവിടെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇനി മറ്റൊന്ന് ചേലക്കരയിലാണ്. ചേലക്കരയിലാണെങ്കിലും K രാധാകൃഷ്ണ പോലൊരാൾ 40,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിലെ രമ്യ ഹരിദാസിനെ നിർത്തി വിജയിപ്പിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. നടത്തി വിജയിച്ചാൽ നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഈ 2 സീറ്റുകളും വിജയിച്ച് കയറിയാൽ മാത്രമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ UDFന് അവിടെ എന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയിച്ചു കയറുവാനും ഒപ്പം തന്നെ ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. അങ്ങനെ ഭരണമാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്നതും. ഈ KC വേണുഗോപാലും K സുധാകരനും സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കുപ്പായം അവർക്കിടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഗ്രൂപ്പ് വൈരം എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുകയും കോൺഗ്രസിൽ വീണ്ടും ഒരു ഗ്രൂപ്പ് പോര് ശക്തമാവുകയും ചെയ്താൽ തകർന്ന് തരിപ്പണമായി പോകും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി കുപ്പായങ്ങളൊക്കെ ഊരി മാറ്റിവെക്കൂ. KC വേണുഗോപാൽ MP സ്ഥാനം കൊണ്ട് അങ്ങ് ഡൽഹിയിൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കൂ. എന്നിട്ട് ആ പാർട്ടിയെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തൂ. മുഖ്യമന്ത്രി കുപ്പായം കണ്ടിങ്ങനെ പനിക്കണ്ട KC വേണുഗോപാലും. നിങ്ങളെയൊന്നും ജനത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങൾ തരുന്ന മാൻഡേറ്റ് സ്വീകരിച്ചുകൊണ്ട് എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ ലോക്സഭയിൽ നിൽക്കുക, ഇവിടെ ബാക്കിയുള്ളവർ ഭരിക്കട്ടെ, ഇല്ല ഇവിടെ ഗ്രൂപ്പ് വൈരവും ഗ്രൂപ്പ് പോരും ഒക്കെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും UDFും 2026 നിയമസഭയിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.